നമസ്കാരം. കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാരും കാത്തിരുന്ന ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. യൂണിടാക് കമ്പനി ഉടമയായ സന്തോഷ് ഈപ്പൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇന്നേ ദിവസം അതിൻ്റെ കമ്പനി CEO കൂടിയായ UV ജോസിനോട് ED ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വലിയ അഴിമതി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2019 ജൂലൈ മാസം 31-നാണ് ഇതുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഇവിടെ നടപ്പിലാകുന്നത്. ഈ കരാർ നടപ്പിലാവുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്നത്. യൂണിടാക് കമ്പനി ഉടമയായ സന്തോഷ് ഈപ്പനും UV ജോസും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൽ. ഇതോടുകൂടി ഒരു കരാർ ഉണ്ടാക്കുന്നു. അതിലൊരു അഴിമതി 3.8 കോടി രൂപയുടെ അഴിമതി നടക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾക്ക് പിന്നീടറിഞ്ഞ വാർത്ത. ഇതെല്ലാം പുറത്താവുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആരാണെന്നറിയാമല്ലോ? അതെ, സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ ഓരോന്നും കേരളത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ UV ജോസിനെയും ഈ സന്തോഷ് ഈപ്പനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരുന്ന M ശിവശങ്കർ തന്നെയാണ് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഒരുപക്ഷെ സന്തോഷ് ഈപ്പൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ നാട്ടിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് നിരവധി ആൾക്കാർ ഇവിടെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, തെരുവോരത്ത് താമസിക്കുന്നവരുണ്ട്, അതുമല്ലെങ്കിൽ വാടക വീടുകളിൽ അഭയം തേടിയവരുണ്ട്, അതുമല്ലെങ്കിൽ ഒരു ചെറിയ ചായ്പിനുള്ളിൽ അന്തി ഉറങ്ങുന്ന കുടുംബത്തോട് കഴിയുന്നവരുണ്ട്. ഇന്നത്തെ കാലം അറിയാം, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വളരെ ശ്രദ്ധയോടുകൂടി കരുതേണ്ട ഈ കാലത്ത് ഒരടച്ചുറപ്പുമില്ലാത്ത കുടുംബങ്ങളിൽ താമസിക്കുന്ന, വീടുകളിൽ താമസിക്കുന്ന നിരവധി ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. സർക്കാർ ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തു, 10,000-കണക്കിന് വീടുകൾ കൊടുത്തു, അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു എന്നൊക്കെ വീമ്പ് പറയുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന കുടുംബങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ ഇതിനകത്ത് വ്യക്തമായ ഒരു അഴിമതി നടത്തിയത്. ഫ്ലാറ്റ് സമുച്ചയം വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാണ്. ചെറിയ അഴിമതി എന്ന് നമ്മൾ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തുകയ്ക്കാണ് അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും 20 കോടി രൂപയോളം ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ അല്ലാതെയും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഒരു സംഘം ഉപജാപക സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു വലിയ അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന് തന്നെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും. അറസ്റ്റുകൾ ED തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ UV ജോസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മിക്കവാറും ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യൽ കഴിയുമ്പോഴേക്ക് തന്നെ ഇവിടെ UV ജോസിൻ്റെ യൂണിടാക് കമ്പനി CEO ആയിട്ടുള്ള UV ജോസിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തപ്പെടാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ ED വന്നു, EDയും പിണറായി വിജയനും അല്ലെ CPM തമ്മിൽ ഒത്തുകളിക്കുന്നു എന്ന് UDF ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ അന്വേഷണം തന്നെയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരായി ഈ കാര്യത്തിൽ പിടിയിലാവുന്നത്. നമുക്കറിയാം, ശിവശങ്കർ അറസ്റ്റിലാവുന്നു, CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് വേണ്ടി പോകുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ആൾക്കാരാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആൾക്കാരാണ് ഈ അറസ്റ്റിലാകുന്നവരും ചോദ്യം ചെയ്യപ്പെടുന്നവരും എല്ലാവരും തന്നെ. അപ്പോൾ ഈ സാഹചര്യം നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇനി അടുത്ത UV ജോസിൻ്റെ അറസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. CM രവീന്ദ്രൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായി ഇതിൽ കെണിയിലാവുമ്പോൾ നമുക്ക് ഇനിയും നിരവധി അറസ്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാവങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ 2ാം വട്ടവും അധികാരത്തിൽ കയറുന്നത്. ആദ്യഘട്ടത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് തന്നെ അഴിമതി തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ കണ്ണടച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും വീട്ടിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും നിഷേധിച്ചിട്ടില്ലാത്ത ഒരു കുറ്റം ചെയ്തു. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷേ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച്, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി എന്ന് അവകാശപ്പെടുന്ന സ്വപ്ന സുരേഷ് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ പലതും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ്. നമ്മൾ തുടർന്നുണ്ടായ വാർത്തകൾ കാണുമ്പോഴും തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഇതിനെ വിശകലനം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചവരും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരും എല്ലാവരും തന്നെ ഈ
സർക്കാരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ളവരാണ് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനിയും ലൈഫ് മിഷൻ കേസ് മുന്നോട്ട് പോകും. ഇതിൻ്റെ തുടരന്വേഷണങ്ങൾ കൃത്യമായി നടക്കും. ഇതിപ്പോൾ ഇതുവരെയുള്ള അന്വേഷണങ്ങൾ വളരെ കൃത്യമായതുകൊണ്ട് തന്നെയാണ് സന്തോഷ് ഈപ്പൻ്റെ വരെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്നും അതിനെ സംബന്ധിച്ച് UV ജോസിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് UV ജോസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിലും നമുക്ക് നിസ്സംശയം നമുക്ക് കണ്ടറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും വരുംകാലങ്ങളിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഇനി അധികം കസേരകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് ഇനി അധികം തലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയും വേഗം എത്തിപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ഒരു കാര്യം പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുവിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി വാ തുറന്നിട്ട് ഏകദേശം 1 മാസത്തിനപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. വല്ലപ്പോഴും വന്നിരുന്നിട്ട് കാര്യങ്ങൾ ഇതെന്ന് പറയുന്നുള്ളതല്ലാതെ വ്യക്തമായ ഒരു മറുപടി ഒരു കാര്യത്തിലും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്തായിരുന്നാലും നമുക്ക് വരും ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ലൈഫ് മിഷൻ അഴിമതി കേസിനെ നമുക്ക് കാണേണ്ടത്. ഇനിയും തുടർ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. അങ്ങനെ കാത്തിരിക്കുക തന്നെ വേണം. കാര്യം പാവങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ച ലൈഫ് മിഷൻ കേസിൽ ഇത്രയും അധികം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയുക തന്നെ വേണം. അപ്പോൾ വീണ്ടും കാണാം.